വീർ, വീർ, എന്തുമാത്രം ക്യാരറ്റാ നോക്ക്. ഇത്രയധികം ക്യാരറ്റ് ഇത് എവിടുന്നാ വന്നത്? ഞാൻ എന്റെ വീട്ടിലേക്ക് ക്യാരറ്റ് വാങ്ങിക്കൊണ്ട് പോവായിരുന്നു. പോകുന്ന വഴി എന്റെ കാലൊന്ന് തെന്നിയതാ. അങ്ങനെ ആ ക്യാരറ്റ് താഴെ വീണ്. എന്റെ ക്യാരറ്റ് ഞാൻ എടുത്ത് തിന്നാനുണ്ടല്ലോ. ക്യാരറ്റ് മുന്നിൽ കിടന്നിട്ട് ഞാൻ കഴിക്കരുതെന്നോ? അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ബണ്ടിയുടെ ക്യാരറ്റ് നീ തിന്നരുത്. ഞാൻ നിനക്ക് വേറെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു തരാം. അവൻ കഴിച്ചോട്ടെന്നേ. ഇതിപ്പോ നിലത്ത് വീണു പോയല്ലോ. എനിക്ക് അതുകൊണ്ട് ഇനി ഇതിന്റെ ആവശ്യമില്ല. ബണ്ടി സ്കൂൾ ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നേ. നമ്മളെ തൊട്ട് പിന്നാലെ അവൻ സ്കൂളിലേക്ക് വരികയായിരുന്നു. അവൻ മാർക്കറ്റിൽ നിന്നല്ല വന്നത്. അപ്പോ അവന്റെ കയ്യിൽ എങ്ങനെ ക്യാരറ്റ് വരുക? അവനെന്ത് വിളിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. സ്കൂളിലേക്ക് പോവാം, അപ്പ അറിയാലോ. ഫെദർ 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 ഓഫ് ഓൾ വെദർ. വേഗം ഒരു സ്പോർട്സ് സൈക്കിൾ ഉണ്ടാവട്ടെ. ഇന്നേ വരെ ആരും കാണാത്ത തരത്തിലുള്ളത്. വീർ, വേഗം വന്ന് എന്റെ സൈക്കിളിന്റെ കൂടെ നീ ഒരു റേസ് നടത്ത്. അതിന് എന്റെ കയ്യില് സൈക്കിൾ ഇല്ലല്ലോ. പക്ഷെ ഒരു കഴുതയുണ്ടല്ലോ. എന്താ മോളെ, ഇത്തിരി പോന്ന ഉണ്ടപ്പക്രു ഇമിലി, നീ റേസ് വെക്കുന്നോ? വീറിന് അല്ലെങ്കിലും ധൈര്യം ഇല്ലല്ലോ. ഇവന്റെ കയ്യിൽ ഇത്ര അടിപൊളി സൈക്കിൾ എവിടുന്നാ വന്നത്? വീട്ടിൽ നിന്ന് നടന്നാണല്ലോ വന്നത്. എന്ത് ഷോ ഓഫാ ഇവൻ കാണിക്കുന്നേ? ചെലപ്പോ ചെഡാങ്കള് വാങ്ങിക്കൊടുത്തതായിരിക്കും. ഫെദർ 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 ഓഫ് ഓൾ വെദർ. മിസ്റ്റർ കക്കടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവട്ടെ. എന്നിട്ട് വീറിനെ നല്ലൊരു പാഠം പഠിപ്പിക്ക്. ഇത് കേൾക്ക്. വീർ, നിനക്ക് ഇത്ര ധൈര്യമോ? ബണ്ടിയെ പോലെ വളരെ ബുദ്ധിമാനും സമർത്ഥനും ഇന്റലിജന്റുമായ ഒരു കുട്ടിയെ നീ ബുദ്ധിമുട്ടിച്ചോ? വേഗം ചെവിക്ക് പിടിക്ക്. സർ, ഇവൻ സാറിനോട് കള്ളം പറയുന്നയാ. നീയും ചെവിക്ക് പിടിക്ക്. വീരനെ പോലെ ഉഴപ്പനും മരമണ്ടനും വികൃതിയുമായ ഒരു കുട്ടിക്ക് സൈഡ് പറയുന്നോ? സർ, പക്ഷെ ഞാനൊന്നും ചെയ്തില്ല. ഇംലി, സാറിനോട് തർക്കുത്തരം പറയരുത്. സാർ എന്താ പറയുന്നത് വെച്ചാ അതുപോലെ ചെയ്യും. ഇംലി, എനിക്ക് ഇവിടുന്ന് പിടി വിട്ടേ പറ്റൂ. ഞാൻ നിന്റെ പിന്നാലെ തന്നെ വരാം. എന്നിട്ട് നിന്നെ വന്ന് ഉറപ്പായി രക്ഷിക്കാം. ഐ ട്രസ്റ്റ് യു വീർ. നീ വിഷമിക്കണ്ട, ഞാൻ പേടിക്കില്ല. Wing suit on. മാഗ്നറ്റിക് ഷീൽഡ് പൊട്ടിക്കാൻ പാടാണ്. അപ്പൂപ്പനോട് സഹായം ചോദിച്ചേ പറ്റൂ. ഇതൊരു അൾട്രാ മാഗ്നറ്റിക് ഷീൽഡാണ്. നിന്റെ ലേസർ ബീം ഉപയോഗിച്ച് ഇതിനെ തകർക്കാൻ സാധിക്കില്ല. നമ്മൾ മറ്റെന്തെങ്കിലും വഴി ആലോചിച്ചേ പറ്റൂ. ഇത്രയും വലിയൊരു പർവ്വതത്തിന്റെ എല്ലാ സൈഡും അവർക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഷീൽഡ് ഇല്ലാത്തതായി ഏതെങ്കിലും ഒരു സ്ഥലം കാണും. ഇത് കണ്ടില്ലേ? ഈ സ്ഥലത്ത് മാഗ്നറ്റിക് ഷീൽഡ് ഇല്ല. ദേ, നീ അവിടെ ഒരു പൈപ്പ് കാണുന്നില്ലേ? അത് ഈ പർവ്വതത്തിന്റെ അടിയിലൂടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ പൈപ്പ് ഇപ്പോ വരണ്ടിരിക്കുകയാണ്. അതിൽ വെള്ളമൊന്നുമില്ല. അപ്പോ നിനക്ക് ആ പൈപ്പിനുള്ളിലൂടെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയും. ടണൽ ക്രോസ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കില്ല അപ്പൂപ്പ? ആ ടണല് ക്രോസ് ചെയ്യാനായി ഞാൻ നിനക്ക് പുതിയൊരു ഗാഡ്ജറ്റ് തരാം. വീർ, നീ ജിണ്ടുവിനെ വിളിക്ക്. ജിണ്ടു എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യും. ജിണ്ടു ഒരുപാട് നാളിന് ശേഷം അടിച്ചു പൊളിക്കാൻ അവന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. അവന് ഞാൻ ലീവ് കൊടുത്തിരിക്കുക. ഇംലിയെ രക്ഷിക്കാൻ ഞാൻ തന്നെ ധാരാളമാ.
വീർ, നിനക്ക് ഞാനൊരു ലേസർ കട്ടർ തന്നിട്ടുണ്ട്. ആ ലേസർ കട്ടർ ഉപയോഗിച്ച് ഏതൊരു മെറ്റലിനെ മുറിക്കുവാൻ സാധിക്കും. അതിപ്പോ എത്ര ബലമുള്ള വസ്തുവാണെങ്കിലും ശരി. പക്ഷേ അത് നിനക്ക് ഒരു തവണയേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ എനർജിയും തീർന്നു പോവുകയും ചെയ്യും. അപ്പോ വീണ്ടും റീചാർജ് ചെയ്യേണ്ടതായും വരും. അതുകൊണ്ട് വളരെയധികം അത്യാവശ്യം വരുന്നതുവരെ നീ അത് ഉപയോഗിക്കാനും പാടില്ല. ടണല് വളരെ വേഗം ക്രോസ് ചെയ്യാനായി ഞാൻ നിനക്ക് സ്ലൈഡിംഗ് വീല് തന്നിട്ടുണ്ട്. അതിന്റെ സഹായത്തോടെ നിനക്ക് ടണലിലൂടെ ഈസിയായി വളരെ വേഗത്തിൽ സ്ലൈഡ് ചെയ്ത് പോകുവാൻ സാധിക്കും. ഓൾ ദ ബെസ്റ്റ് വീർ. സ്ലൈഡിംഗ് വീൽ ഓൺ. സ്ലൈഡിംഗ് വീൽ ഓൺ. അതെന്താ? ഹേ റബ്ബർ ബോയ്, ഇതൊക്കെ എന്താ? നിങ്ങള് ദൂരേക്ക് പോയിക്കോ. നീ മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് പകരം ആദ്യം സ്വയം എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്ക. വേണമെങ്കിൽ നിന്റെ ജെറ്റ് പവർ ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. എന്ത് ചെയ്താലും നിനക്ക് രക്ഷപ്പെടാനാവില്ല. റബ്ബർ ബോയ് രക്ഷിക്കേ. എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഏതോ ഒരു ശക്തി എന്നെ അകത്തോട്ട് വലിക്കുക. അങ്കിൾ, ഞാൻ കാറിന്റെ മുകളിൽ നിൽക്കാം. ഞാൻ പറഞ്ഞ ഉടനെ ഫുൾ ആക്സിലേറ്റർ കൊടുക്കണം. അങ്ങനെ വണ്ടിയുടെ സ്പീഡ് കൂട്ടണം. ഓക്കേ റോബോ ബോയ്. ഫുൾ സ്പീഡ് ഓൺ. ഫുൾ പവർ ഓൺ. It's a danger of battery discharge. No problem. Full power on. Full power on. വീറിനെ മാഡ് മാക്സ് ബ്ലാക്ക് സർക്കിളിലേക്ക് കുടുക്കി. ബ്ലാക്ക് സർക്കിളോ? അതെന്താ? ആദ്യമെല്ലാം തെളിച്ചു പറയൂ. ജിണ്ടു വീർ അപകടത്തിലാണ്. നീ ഒന്ന് വേഗം വാ. ഒന്നവിടെ നിക്ക്. ഞാൻ ഓടി ആകെ തളർന്നു പോയി. നിക്ക് ജിണ്ടു, വേഗം വാ. ഇപ്പൊ നിന്റെ ഓർമ്മ ഞാൻ തിരികെ കൊണ്ടുവരാം. എന്റെ ഓർമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇവന്റെ തിരിച്ചു കൊണ്ടുവരണ്ടേ? ശ്രീമാൻ കഴുതച്ചേട്ടാ, ദയവായി പറഞ്ഞാലു താങ്കൾ എന്തിനാണ് എന്റെ പിന്നാലെ വരുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ എന്റെ പുറകെ എങ്ങനെ നടക്കാൻ? ചുൾബുൾ, നമ്മൾ എങ്ങനെ എവിടെ എത്തിയത്? നീയാണ് കൊള്ളാമല്ലോ. വീർ അപകടത്തിൽ പെട്ടിരിക്കുമ്പോ നീ എന്നെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നോ? അത് വെറും വവ്വാലുകളാ. എനിക്കറിയാം അത് വെറും വവ്വാലായിരിക്കുമെന്ന്. ഞാൻ അതിനെ പിടിക്കാൻ അതിന്റെ പുറകെ ഓടിയതായിരുന്നു. ഞങ്ങളും സാറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ സാറിന്റെ പുറകെ ഓടിയത്. കണ്ടോ സ്റ്റുഡൻസ്, പ്രേതം എന്നുള്ളത് ഒരിക്കലും ഇല്ലാത്ത കാര്യമാണ്. നിങ്ങളെ ഇത്രയും പേടിപ്പിച്ചതൊക്കെ വെറും വവ്വാലുകളായിരുന്നു. കണ്ടില്ലേ? ആ സമയം വീർ എന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അതിലൊന്നിനെ പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ. അതൊക്കെ വിട്, നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമ്മൾ എത്ര നേരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു കിടക്കും? ഞാൻ ഉച്ചത്തിലൊന്ന് വിളിച്ചു നോക്കാം, ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന്. ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? മുകളിൽ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ എന്നാ ചോദിച്ചേ. അയ്യോ, ഒന്ന്
സാറിന്റെ തന്നെ ശബ്ദം എക്കോ ആവുന്നതാ. എനിക്കറിയാം ഞാൻ സത്യത്തിൽ ഓടുകയല്ലായിരുന്നു. ഞാൻ ഈ എക്കോ എവിടെന്നാ വരുന്നതെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു. കുട്ടികളെ കണ്ടോ എക്കോ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള കാര്യം? ഇതെന്താ ഈ ഒരു ശബ്ദം കേൾക്കുന്നേ? തണുപ്പ് കാരണം ഈ പല്ലുകളും ശരീരവും കിടന്ന് വിറയ്ക്കുകയാണ്. എനിക്കിപ്പോ ടോയ്ലറ്റിൽ പോണം. ഞാൻ തിരിച്ച് ടെന്റിലേക്ക് തന്നെ പോവാ. ഇവിടുന്ന് മേടിച്ചു പോയില്ലെങ്കിലേ നാളെ മുതൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരും. അപ്പം നമ്മൾ ഈ കള്ളനോട്ടുകൾ എവിടെ ഒളിപ്പിക്കും? വരൂ, നമുക്ക് ഇവരെയൊക്കെ പേടിപ്പിച്ച് ഓടിപ്പിക്കാം. രക്ഷിക്കണേ സാർ, സാറേ, സാറേ, അവിടെ ഭൂതങ്ങള് ഭിത്തിയില് ഡാൻസ് കളിക്കുന്നു. സാർ, നിങ്ങളെല്ലാവരും മുന്നോട്ട് പോയിക്കോളൂ. ആ ഭൂതത്തിനെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, നിങ്ങൾ പോയി നോക്കിക്കോളൂ. ഇതിനങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേടിയുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. വീർ, ദേ അങ്ങോട്ട് നോക്ക്. ജിണ്ടുവിനെ വിളിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നേ. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഭൂതങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവൂ.